മലപ്പുറം ചോക്കാട് പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സ ഇരുട്ടിലായി. വൈദ്യുതി തടസ്സം പതിവാകുമ്പോഴും കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജനറേറ്റർ തകരാറിലായതോടെയാണ് രോഗികളും ജീവനക്കാരും ദുരിതത്തിലായത്. ഇതോടെ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലാണ് ഡോക്ടർമാർ ഇവിടെ ചികിത്സ നടത്തുന്നത്. കുട്ടികൾക്കുള്ള കുത്തിവയ്പ് നടത്തുന്നതും മൊബൈൽ വെളിച്ചത്തിലാണെന്നും ആണ് വിവരം. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇവിടെ കറണ്ടില്ല. ചോക്കാട് ഹോസ്പിറ്റലിൽ കറണ്ടില്ല. അപ്പോൾ ജനറേറ്റർ വെച്ച് നോക്കുമ്പോൾ ജനറേറ്റർ കേടാണ് പറഞ്ഞു. അപ്പോൾ ഈ ആഴ്ച വന്നപ്പോഴും ജനറേറ്റർ കേടാണ്, കറണ്ടില്ല. മരുന്ന് നിത്യരോഗികൾക്ക് എങ്ങനെ ഇവിടെ മരുന്ന് കൊടുക്കണമെന്ന് വെച്ചാൽ നിത്യരോഗികൾക്ക് ഷീട്ട് കൊടുക്കണില്ല, എഴുതിങ്ങാണ്ട് ഷീട്ട് കൊടുക്കണില്ല. അത് കമ്പ്യൂട്ടറിലാണ്. ഈ കമ്പ്യൂട്ടറിൽ കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് മരുന്ന് ഏതാന്ന് അവർ കുടിക്കണമെന്ന് അറിയുള്ളൂ. അപ്പോൾ എന്നും മടങ്ങുകയാണ് ഇവിടെ. ഇപ്പം ഇന്ന് കുത്തിവെപ്പ് എടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അവിടെ ഇപ്പോൾ മൊബൈലിൻ്റെ വെളിച്ചത്തിലാണ് കുട്ടികൾക്ക് കുത്തിവെപ്പ് എടുക്കുന്നത്. അതിലെന്തെങ്കിലും സംഭവിച്ചാൽ വലിയ ഉത്തരവാദിത്തം പറയുമോ? ഒരു ജനറേറ്റർ ഇല്ല, ഒന്നുമില്ല അവിടെ. എന്നും നിത്യരോഗികൾ വന്നുകൊണ്ട് മടങ്ങി പോവുകയാണ്. അതിനൊരു പരിഹാരം കാണണം. തൃശൂർ ചൂണ്ടലിൽ ട്യൂഷൻ സെന്ററിൽ 3 വിദ്യാർത്ഥികളെ അധ്യാപകൻ ലൈംഗികമായി ഉപദ്രവിച്ചതായി പരാതി. ചൂണ്ടൽ സ്വദേശിയായ അധ്യാപകനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൂണ്ടൽ ഗുരുവായൂർ റോഡിലുള്ള വീട്ടിലെ ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കുന്നതിനിടെ ഉപദ്രവിച്ചെന്ന കുട്ടികളുടെ പരാതിയിലാണ് അധ്യാപകനെ കസ്റ്റഡിയിലെടുത്തത്. ഇടുക്കി രാമക്കൽമേട്ടിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപം പുലി ഇറങ്ങിയതായി അഭ്യൂഹം. വളർത്തുനായയെ അജ്ഞാത ജീവി പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപം രാമക്കൽമേട് പ്ലാന്തോട്ടത്തിൽ രജനിയുടെ കെട്ടിടത്തിൽ ഇരുന്ന വളർത്തുനായയെയാണ് ഇന്നലെ രാത്രിയിൽ അജ്ഞാത ജീവി ഭക്ഷിച്ചത്. കല്ലാർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. കാൽപ്പാടുകളും ഒന്നും കണ്ടെത്താൻ ആവാത്തതിനാൽ പുലിയോ അല്ലെങ്കിൽ കാട്ടുനായയോ ആവാനാണ് സാധ്യത എന്നതാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. മേഖലയിൽ രാത്രികാല പരിശോധനകൾ ശക്തമാക്കിയതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു.